ഹായ്. പിന്നെ ഓക്കെ, ഞാൻ ഈ ഒരു ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് 2019 മുതൽ. 19 ഈ ട്രേഡിങ്ങിൻ്റെ ഒക്കെ കുറിച്ചുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടു തുടങ്ങിയത്. പിന്നെ കൊറോണ സമയത്ത് എന്ത് ചെയ്തു, കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോൾ 2024 പല പ്രാവശ്യം വൈപ്പായി, പല പ്രാവശ്യം ഒരുപാട് പരാജയങ്ങളുണ്ടായി. ഒരുപാട് പരാജയങ്ങളും പിന്നെ മെയിനായിട്ട് ഞാൻ ആദ്യം ഞാൻ ചെയ്തതിൻ്റെ സ്വിംഗ് ട്രേഡ് ആയിരുന്നു. പിന്നെ സ്വിങ്ങും ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഓപ്ഷൻസും ചെയ്യാൻ തുടങ്ങി. ഇൻട്രാഡ് ചെയ്തിരുന്നു, പിന്നെ ഓപ്ഷൻസ് ചെയ്തു തുടങ്ങി. പിന്നെ ഇതേമാതിരി ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ മെത്തേഡും പിന്നെ ഇപ്പോൾ ആദ്യം ചറപറ ചെയ്തിരുന്നു. ബാങ്ക് നിഫ്റ്റി പിന്നെ റിലയൻസ്, HDFC ബാങ്ക്, എവിടെയാണെങ്കിലും ഏത് സ്റ്റോക്കിലും ഇൻട്രാഡേക്ക് എടുത്തിരുന്നു. അതിൽ നിന്നൊക്കെ തുടക്കത്തിലിട്ടാം. പിന്നെ കുറേ കോളുകളൊക്കെ പല ആൾക്കാരും പറഞ്ഞു തരുന്നതിനനുസരിച്ചൊക്കെ ട്രേഡൊക്കെ എടുത്തിരുന്നു. പിന്നെ എങ്ങനെ ഈ മെത്തേഡ് പറഞ്ഞു തരുന്നതല്ല, ചിലർ ഇന്ന സ്റ്റോക്കിൽ ഇന്ന പ്രൈസ് എത്തുമ്പോൾ എടുത്തോളേൻ്റെ, അവിടെ സ്റ്റോപ്പ് ലോസ് ഇത് വെച്ചോളേൻ്റെ, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. അത് വെച്ച് ട്രേഡൊക്കെ എടുത്തിരുന്നു. അതൊന്നും അങ്ങനെ സക്സസ്ക്ക് പോയിട്ടില്ല. അതൊക്കെ പാളിച്ചാൽ കുറേ കാശ് പോകുന്നില്ല, അതൊന്നും നടക്കില്ല. ഇത് നമ്മളായിട്ട് തന്നെ പഠിച്ച് എൻട്രി ടൂൾസും ഇത് എടുക്കേണ്ട രീതികളൊക്കെ വേറെ ആൾക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ എടുക്കണത് എവിടുന്ന് വാങ്ങണമെന്ന്, എവിടെ വിൽക്കണം എന്നുള്ളതൊക്കെ ഓരോരോ ആളുകളും വ്യക്തിപരമായിട്ട് തന്നെ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊന്നും തുടക്കത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ കാശുകളും അവിടെയും ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഞാനിത് ഒരു ട്രേഡർ ബ്രോ എന്ന് പറയും, ഒരു വിപിൻ മോഹൻ, അവരെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അതിന് ചേർന്നതിന് ശേഷമാണ് എനിക്കിതിൻ്റെ ഒരു കുറേ സൈക്കോളജിക്കൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ ഈ ഒറ്റ സ്റ്റോക്ക് പഠിക്കാൻ തീരുമാനമെടുത്തത്. അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന്. അങ്ങനെയാണ് നിഫ്റ്റി മാത്രമേ ഞാൻ നോക്കലുള്ളൂ. അതിൽ മാത്രമേ ഇപ്പോൾ ട്രേഡ് എടുക്കലുള്ളൂ, അല്ലാത്ത ട്രേഡ് എടുക്കില്ല. വേറെ ചറപറ നോക്കണ പരിപാടിയില്ല, ഒന്ന് മാത്രം അതിനെക്കുറിച്ച് പഠിച്ച് അത് മാത്രം നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ ബ്രെയിനിക്ക് കയറും. നമ്മൾ ചറപറ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറൂല. ഫോക്കസ് ചെയ്യാതെ ഒന്നുക്ക് കൊടുക്കുക. അങ്ങനെയാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരുപാട് ഒരു 2022-21 ഒക്കെ മുതൽ നിഫ്റ്റി മാത്രമാണ്. 3-4 വർഷം മുമ്പായിട്ട് നിഫ്റ്റി മാത്രമാണ് ഒരു വർഷമൊക്കെ ചറപറ ട്രേഡ് എടുത്ത് കുറേ കാശ് പോയത്. അതിന് ഈ നിഫ്റ്റി മാത്രം ആയതിന് ശേഷം എന്ത് ചെയ്തു, അതിലങ്ങനെ പഠിച്ചു. ആദ്യം നിഫ്റ്റി മാത്രം ചെയ്തപ്പോൾ ഒരു അറിയാത്ത പോലെ ഉണ്ടായിരുന്നു, എന്താ ഇതിങ്ങനെ ഓപ്ഷനൊക്കെ ചെയ്തപ്പോൾ എന്താ ഇതിങ്ങനെ നിൽക്കുക. പിന്നെ അത് സ്ഥിരമായിട്ട് നിഫ്റ്റിൻ്റെ ചാർട്ട്, നിഫ്റ്റിനെ മാത്രം നോക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു, കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഈ സ്റ്റോക്കിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇൻട്രാഡ് ചെയ്യണ പോലെ സംബന്ധിച്ചിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യണ പോലെ അല്ല ടൈം പറയണത്. ഇൻട്രാഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം 1 അല്ലെങ്കിൽ 1, 2, 3 അതിനെ മേലേക്ക് പോകരുത്. ഏറ്റവും നല്ലത് 1ആണ്. സ്റ്റോക്കിൽ ഇൻട്രാഡ് ചെയ്യണതിനെ സംബന്ധിച്ചിടത്തോളം 1 മാത്രം നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല. അതുപോലെ 2, 3 സ്റ്റോക്ക് നോക്കാം. പക്ഷേ ഓപ്ഷൻ നിഫ്റ്റിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിഫ്റ്റി മാത്രം നോക്കാൻ പാടുള്ളൂ. എന്താണ് നിങ്ങൾ ഓപ്ഷൻസ് ചെയ്യണമെങ്കിൽ അത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു സ്വഭാവങ്ങളുണ്ട്. ഈ നിഫ്റ്റി ഓരോരോ സ്റ്റോക്കിനും ഒക്കെ വ്യത്യസ്ത സ്വഭാവങ്ങൾ, നമ്മൾ മനുഷ്യന്മാരെ പറഞ്ഞ പോലെയാണ്. ഒക്കെ അതിൻ്റെ സ്വഭാവം ഒന്നിൽ ആപ്റ്റാണ് അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ അതേമാതിരി നിഫ്റ്റിൻ്റെ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൽ ട്രേഡ് എടുക്കാൻ കഴിയും. ആ രീതിക്കനുസരിച്ച് ട്രേഡ് എടുക്കാൻ കഴിയും. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ഇത് 2021 അവിടെ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്. എൻ്റെ ഡ്യൂട്ടി ടൈം രാത്രിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പകൽ സമയം ഫ്രീ ആയിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ഇരുന്നിട്ട് ഈ ട്രേഡിങ് സ്ഥിരമായിട്ട് നോക്കും, കണ്ടിന്യൂ ആയിട്ട് നോക്കും, ഇപ്പോഴും നോക്കും. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ്. ഇപ്പോൾ ഇത് കൂടുതൽ ഇതിനെ ആഴത്തിൽ പഠിക്കുക. അതുതന്നെ ലക്ഷ്യം. ഇതൊരു പാഷൻ, ഇഷ്ടത്തിൻ്റെ പുറകെ പോവുക. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള ആളുകൾ, ഇപ്പോൾ ഈ ട്രേഡിക്ക് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാശ് ലക്ഷ്യം വെച്ചിട്ട് ഇതിലേക്ക് വരണ്ട. കാരണം നിങ്ങൾ പഠിക്കൂല.
ഒരിക്കലും കാശ് നേടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതേ സമയത്ത് നിങ്ങൾ ഒരു ഒരു പാഷൻ, ഒരു ഇഷ്ടം കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. നിങ്ങൾ കുറച്ച് കാശ് പോയി കഴിഞ്ഞാൽ നിങ്ങളിത് പഠിച്ചെടുക്കും. കാരണം ഇഷ്ടം കൊണ്ട് വരുന്ന ആൾക്ക് കുറച്ച് കാശ് പോയാലും വിഷയമല്ലല്ലോ. അവരെ തിരിച്ച് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതിൽ വിട്ടു പോകാത്തവളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ കയ്യിൽ ഇതിൻ്റെ മെത്തേഡുകളൊക്കെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി എല്ലാം സക്സസ്സൊക്കെ എത്താൻ കഴിയും. ഇത് വിട്ടുപോകും. കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം 2-3 വൈപ്പൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഉപേക്ഷിച്ച് പോകും. ഇത് എനിക്ക് പറ്റൂല പറഞ്ഞിട്ട്. അത് അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും. അവർ ഉപേക്ഷിച്ച് പോകണതിന് കുറ്റം പറയണില്ല. ഓക്കെ, അത് ഓരോ തീരുമാനമാണ്. അതേ സമയത്ത് നമ്മൾ പിടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിടിച്ചു നോക്കുമല്ലോ. അപ്പോൾ നമ്മളെ ഒരു എന്താ പറയുക, നമുക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ നമ്മളെ കാമുകിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ സഹിക്കൂലേ, അതുപോലെയാണ് നിഫ്റ്റിൻ്റെ എല്ലാ സ്വഭാവങ്ങളും, മോശം സ്വഭാവവും എല്ലാം നമുക്ക് സഹിക്കാം. അപ്പോൾ നിഫ്റ്റിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ന സമയത്ത് നിഫ്റ്റിൻ്റെ ചാർട്ടും അതിനെക്കുറിച്ചും അതിൻ്റെ ഓരോരോ ട്രെൻഡ് ലൈൻ വരയ്ക്കലും സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കലും അതിൻ്റെ ന്യൂസുകൾ കേൾക്കലും, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് അതിനോട് ഒരു പ്രത്യേക ഒരു അടുപ്പാണ്. നമുക്ക് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അടുക്കും. ആ സമയത്ത് നമുക്ക് നല്ല നല്ല ട്രേഡുകൾ കിട്ടാനും സക്സസ് ആവാനൊക്കെ ഇതുണ്ടാവും. അപ്പോൾ എനിക്ക് ട്രേഡിങ് പഠിക്കണ ആളുകളോട് പറയാനുള്ള എൻ്റെ ഒരു തുടക്കം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ഈ ഓപ്ഷൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതേ ഒന്നിന് ഫോക്കസ് ചെയ്യുക, അതിനനുസരിച്ച് മൂവ് ചെയ്യുക. പിന്നെ ജെന്യുവനായിട്ടുള്ള ആളുകളെ കൂടെ ഒരു ടീമായിട്ട് നിൽക്കുക. അത് അവരിൽ നിന്ന് എടുക്കാനൊന്നുമല്ല. പക്ഷേ നമുക്ക് അല്ലാത്ത നമ്മൾ സമയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാത്ത കുറേ വിഷയങ്ങൾ അവരിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഒക്കെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക. ഇനി ഞാൻ വേറെ വീഡിയോയിൽ വരുന്നുണ്ട്. ഓക്കെ, ബൈ.